Hi, I'm back with auxiliary verbs and helping verbs. Okay, today we are going to discuss about a very important part of verb. Okay, ഇന്നാണ് നമ്മൾ വെർബിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റു ടൈപ്സുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഫൈനൽ വേർബ്സ് ആൻഡ് നോൺ ഫൈനൽ വേർബ്സ് ഒക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ, വെർബുകളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബുകളാണ് ഇത്. എന്താണിത്? ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ്. ഇത് നമ്മൾ എവിടുന്നാ തിരിച്ചു വന്നത്? എങ്ങോട്ടാണ് ഇത് ടൈപ്പ് വന്നത്? ഫൈനൽ വെർബ്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 3 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മക്കൾ എത്ര ആയിട്ടാണ് തിരിച്ചത്? 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ? ഫൈനൽ വെർബ്സിന് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽപ്പിംഗ്, ലിങ്കിങ് ആൻഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? അതിൽ ആ ഹെൽപ്പിംഗ് വെർബ്സ് അല്ലെങ്കിൽ ആ ഹെൽപ്പിംഗ് വെർബ്സിന്റെ മറ്റൊരു പേരാണ് ഓക്സിലറി വെർബ്സ്. ഓക്കെ, ആ ഹെൽപ്പിംഗ് വെർബ്സിന്റെ ഒരു വലിയ ക്ലാരിഫിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. വളരെയധികം എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് ഷോർട്ട് നോട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഓക്സിലറി വെർബ്സിനെ നമ്മൾ എന്ത് ചെയ്യും? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, വിച്ച് ആർ ദേ? Primary auxiliary verbs and modal auxiliary verbs. Okay, primary auxiliary verbs ഒന്നും modal auxiliary verbs ഒന്നും എന്താവും? 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? auxiliary verbsനെ ആദ്യം തന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, then പ്രൈമറി ഓക്സിലറി വെർബ്സ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്താണ് പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ ഇവർക്കൊക്കെ ചെറിയ ചെറിയ പേരുകളൊക്കെ കൊടുത്ത് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈമറി ഓക്സിലറിയെ 3 ആയിട്ട് നമുക്ക് കാണാം. എങ്ങനെയാണ്? 3 ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ ബി ഫോം അല്ലെ? ഒരു ബി കുടുംബം ഉണ്ട് അല്ലെ? പ്രൈമറി ഓക്സിലറിയിൽ ഒരു ബി കുടുംബം ഉണ്ട്. അതാരാണ്? അത് ഇപ്പൊ ഇത്രയും ക്ലാസ്സുകൾ അടുപ്പിച്ച് കേട്ട് നിങ്ങൾക്ക് ഇവരെ മാത്രം നിങ്ങൾ എന്തായാലും ഇനി എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യം വരില്ല അല്ലെ? ഇത് കാണുമ്പോ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. എന്താണ്? ഈസ്, ആം, ആർ, വാസ്, വേർ. അറിയില്ലേ? ഈസും ആമും ആറും വാസും വേറും ഇത് നമ്മൾ എവിടെയാ യൂസ് ചെയ്തിട്ടുള്ളത്? എവിടെയാ മക്കളെ ഇത് പഠിച്ചിട്ടുള്ളത്? ഒന്ന് പെട്ടെന്നൊന്ന് ഓർത്ത് പറഞ്ഞ് എവിടെയാണ്? യെസ്, എവിടെയാണ്? ടെൻസിലാണ്. ടെൻസിൽ എവിടെ? പ്രസന്റ് കണ്ടിന്യൂസിൽ അല്ലെ? ടെൻസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ആരെ യൂസ് ചെയ്തു? ഈസ്, ആം, ആർ. ഓക്കെ, ദെൻ ടെൻസിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ആരെ യൂസ് ചെയ്തു? വാസ്, വേർ. ഇവരുടെ ഒക്കെ കൂടെ നമ്മൾ ആരെ കൊടുക്കും? പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പാർട്ടിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെൻസ് പാർട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർ എന്ത് ചെയ്യാം? ആ ക്ലാസ് പോയിട്ട് കേൾക്കാം. ഓക്കെ, ദെൻ ഡു. ഡു അതുപോലെ തന്നെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഡു നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? പ്രസന്റ് ടെൻസിൽ പഠിച്ചിട്ടുണ്ട്, ഡൂയും ഡസും. ഓക്കെ, ദെൻ ഡിഡ് എവിടെ പഠിച്ചിട്ടുണ്ട്? പാസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിഡ് എവിടെ പഠിച്ചിട്ടുണ്ട്? പാസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡു ഡസ് ഡിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോ എന്താ സംഭവിക്കാറ് മക്കളെ? അവരെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവരെന്താണ്? ഗ്രാമറിലെ രാജാക്കന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ വെർബ് എന്തായിരിക്കും? വെർബ് എന്തായിരിക്കും? V1 ആയിരിക്കും. ഓക്കെ, ഡു ഡസ് ഡിഡ് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടുള്ള സെന്റൻസുകളും അതുപോലെ ഡു ഡസ് ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് വിശദമായിട്ട് അതിന്റെ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വിട്ട് കാണുക കേട്ടോ. ഓക്കെ, ദെൻ ഹാവിന്റെ ഒരു ഫാമിലി ഉണ്ട്. ഓക്കെ, ഹാവിന്റെ ഒരു ഫാമിലി ഉണ്ട്. ഹാവിന്റെ ഫാമിലി ആരൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഹാസ്, ഹാവ് ഉണ്ട്, എനിക്കുണ്ട്, അവൾക്കുണ്ട് എന്നൊക്കെ പറയാൻ ഹാസ്, ഹാവ് പ്രസന്റ് പെർഫെക്റ്റിൽ. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റിൽ ആരെയാണ് യൂസ് ചെയ്തത്? പാസ്റ്റ് പെർഫെക്റ്റിൽ ആരെയാ മക്കളെ യൂസ് ചെയ്തത്? ഹാഡ്. ഓക്കെ, ഉണ്ട്, ഉണ്ടായിരുന്നു, പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താ യൂസ് ചെയ്യുക? ഹാഡ്. ഓക്കെ,
ഒരു സെന്റൻസിൽ ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വെർബിന്റെ ഏത് ഫോം യൂസ് ചെയ്യണം? വെർബിന്റെ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ടെൻസിൽ എടുത്തിട്ടുള്ളതാണ്. സോ ടെൻസിൽ പഠിച്ച ആ സെയിം വെർബുകളെയാണ് ഞാൻ ഇവിടെ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അറിയാവുന്ന വെർബുകൾക്ക് പല പല പേരിട്ടിട്ട് ഇങ്ങനെ വരികയാണ്. അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ പല 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 പേരുകൾ ഇട്ടിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ എങ്ങനെ തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂസുകളൊക്കെ ഞാൻ ആ ക്ലാസ്സിലാണെങ്കിലും ഈ ക്ലാസ്സിലാണെങ്കിലും ഇവരുടെയൊക്കെ യൂസ് എപ്പോഴും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, പേരുകൾ അങ്ങനെ അവരുടെ റോളുകൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവരുടെ യൂസുകൾ എപ്പോഴും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ബിയുടെ ഒരു ഫാമിലി, ഡൂയുടെ ഒരു ഫാമിലി, ഹാവിന്റെ ഒരു ഫാമിലി. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ദെൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് ഒക്കെ പോയി ഇപ്പൊ ഇവിടെ പോയി ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ട് ആ ക്ലാസ് പോയി കാണാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് അവരെയൊക്കെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ഒക്കെ ഒരു യൂസ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഓർത്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഷീ ഈസ് ഡാൻസിങ്. എന്താണ് ഷീ ഈസ് ഡാൻസിങ്? അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ആം വെച്ചിട്ട് ഐ ആം എ ടീച്ചർ. എന്താണ്? ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ദെൻ ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്താണ്? ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരെന്താണ്? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പോ ഈസ്, ആം, ആർ. ഓക്കെ, ദെൻ I was writing a novel. I was writing a novel. എന്താണ്? ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എഴുതി വാസ് ആണ്. ഓക്കെ, പാസ്റ്റില് ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആണ്. ഓക്കെ, ദെൻ we were playing chess. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവര് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ ഐ ഹാവ് ജസ്റ്റ് കം. ജസ്റ്റ് കം, ഐ ഹാവ് ജസ്റ്റ് കം. ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. എന്താണ്? പെർഫെക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ he has studied. എന്താണ്? he has studied. then he had eaten the food. എന്താണ്? ഫുഡ് കഴിച്ചു കഴിഞ്ഞു. past perfect. then do you want some food? do you want some food? do you, doന്റെ ഒക്കെ യൂസ് പഠിപ്പിച്ചപ്പോ ഓർമ്മ ഉണ്ടായിരുന്നോ? നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഡൂവിന്റെ കുറച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതിക്ക് കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഡൂവിന്റെ ക്വസ്റ്റ്യൻസിൽ പോയി നോക്കിയാൽ കാണാം. do you want some food? എന്താണ്? do you want some food? നിനക്ക് കുറച്ച് ഫുഡ് വേണോ? ഓക്കെ, does he read? does he read? എന്താണ് അവിടെ? ഒന്ന് സ്ട്രോങ് ആക്കി പറയാണ് കേട്ടോ. then did you come to the class yesterday? did you come to the class yesterday? എന്താണ്? നീ ഇന്നലെ ക്ലാസ്സിൽ വന്നിരുന്നോ? ഓക്കെ, അപ്പോ ക്ലിയർ ആയെന്ന് കരുതുന്നു. is, am, are, was, were, has, have, had, do, does, did. ഇത് ഇത്രയുമാണ്. ഓക്കെ, these are the primary auxiliary verb, primary helping verb. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, then model auxiliary verb. ഇനി ഇതാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, മറ്റു പ്രൈമറി ഓക്സിലറി മറ്റ് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല പല ക്ലാസ്സുകളിലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു പോയിട്ടുണ്ട്. പലപ്പോഴായിട്ടും പല ക്ലാസ്സുകളിലായിട്ടും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് എന്താണ്? ഇത് നമുക്ക് പുതിയത് തന്നെയാണ്. ഓക്കെ, മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഗ്രാമർ അങ്ങ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്ങനെ? പലപ്പോഴും ഗ്രാമർ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പാസ്റ്റ്, പ്രസന്റ്, ഹാവ്, ഹാസ്, ഹാർ, വാസ്, വർ, ഇങ്ങനെ ചില കൺഫ്യൂഷൻസ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ടൈമിൽ നിങ്ങളെ ആരാണ് സഹായിക്കുക എന്നറിയോ? നിങ്ങൾക്ക് ഇവര് നമ്മളെ സഹായിക്കും. മോഡൽ ഓക്സിലറി വെർബ് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. കാരണം ഈ മോഡൽ ഓക്സിലറി വെർബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ മോഡൽ ഓക്സിലറി വെർബ്സ് കമ്പൈൻ വിത്ത് അതർ വെർബ്സ് ടു എക്സ്പ്രസ് ഐഡിയാസ് സച്ച് ആസ് നെസസിറ്റി. എന്താണ്? നമ്മുടെ ആവശ്യകത അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ മറ്റുള്ളവരോട് എന്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുക? നമ്മുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലെ? നമ്മുടെ പാരന്റ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ടീച്ചേഴ്സിനോട്, അങ്ങനെ നമ്മുടെ എല്ലാവരോടും എന്ത് പറയും? നെസസിറ്റി സംസാരിക്കും. സോ നമുക്ക് ആര് വേണം? മോഡൽ ഓക്സിലറി വേണം. ദെൻ പോസിബിലിറ്റി. ഓക്കെ, നമ്മൾ വലിയ ആളുകളെ പോലെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും? ചില സാധ്യതകളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ അല്ലെ?
ദെൻ ഇന്റൻഷൻ, നമുക്കൊരു ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഉദ്ദേശങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യണ്ടേ? ഓക്കെ. ദെൻ എബിലിറ്റി, നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും, ഇല്ലാത്ത കഴിവുകളും ഉള്ള കഴിവുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറഞ്ഞ് തള്ളി മറിക്കേണ്ട മക്കളെ. അതിന് നമുക്ക് എന്ത് വേണം? മോഡൽ ഓക്സിലറി വേണം. നമ്മുടെ കഴിവുകൾ നമുക്ക് അങ്ങ് മറച്ചിടണം, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ച്. നമുക്ക് എന്ത് വേണം? അതിനെന്ത് വേണം? മോഡൽ ഓക്സിലറി വെർബ് വേണം. ദെൻ പെർമിഷൻ, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. ഒരാളോട് പെർമിഷൻ ചോദിക്കണം, അല്ലെ? നമ്മുടെ പാരന്റ്സിനോട്, ടീച്ചേഴ്സിനോട് കയറാൻ, പോവാൻ, ഇരിക്കാൻ, മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? പെർമിഷൻ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ദെൻ റിക്വസ്റ്റ്. ഓക്കെ. അതുപോലെ നമുക്ക് ലൈഫിൽ ഒന്ന് അത്യാവശ്യമാണ് എന്ത്? അപേക്ഷ, അല്ലെ? നമുക്ക് എല്ലാവരോടും എന്ത് ചെയ്യണം? പലപ്പോഴും നമുക്ക് ഒരാളോട് എന്ത് വേണമെങ്കിലും ചോദിക്കണമെങ്കിൽ എന്താ? റിക്വസ്റ്റിന്റെ ആവശ്യം വരും ലൈഫിൽ. ഓക്കെ. ദെൻ സജഷൻസ്, എന്താണ്? അഭിപ്രായങ്ങൾ പറയും. ദെൻ അഡ്വൈസ്, നമുക്ക് ഇഷ്ടം പോലെ മറ്റുള്ളവർക്ക് വാരിക്കൊരി കൊടുക്കാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? അഡ്വൈസ് ആണ്, അല്ലെ മക്കളെ? അപ്പോ എന്താണ് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതൊക്കെയാണ്, അല്ലെ? റിക്വസ്റ്റ് ചെയ്യും, നമ്മുടെ നെസസിറ്റി പറയണം, നമ്മുടെ കഴിവുകൾ പറയണം, നമുക്ക് മറ്റുള്ളവരെ പോയി വെറുതെ കയറി അങ്ങ് അഡ്വൈസ് ചെയ്യണം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? വെറുതെ മറ്റുള്ളവർക്ക് കുറെ സജഷൻസ് കൊടുക്കണം, നമുക്ക് കുറച്ച് സജഷൻസ് പറയും വേണം. ഓക്കെ. നമുക്ക് കുറച്ച് ഡിസിഷൻസ് എടുക്കും വേണം ഭാവിയെ കുറിച്ച്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യണം? മറ്റൊരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? മോഡൽ ഓക്സിലറി വെർബ് അറിഞ്ഞിരിക്കണം. സോ അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കൽ എന്നുള്ളത്. ഓക്കെ. സോ നോക്കാം ഇനി ഈ മോഡൽ ഓക്സിലറി വെർബ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മാസ്റ്റ്. ഓക്കെ അല്ലെ? ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഇതെല്ലാവരും 1, 2, 3 വട്ടെങ്കിലും ഇത് കാണാത്തവരോ അല്ലെങ്കിൽ ഈ വേർഡുകൾ യൂസ് ചെയ്യാത്തവരോ ഉണ്ടാവില്ല. ഓക്കെ. പക്ഷേ ഇപ്പോഴും പലർക്കും പല സമയത്തും കൺഫ്യൂഷനാണ്. വില്ല് വേണോ, ഷാള് വേണോ, ക്യാന് വേണോ, കുഡ് വേണോ, അല്ലെ? പക്ഷേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ വളരെ വൃത്തിയായിട്ട് ഞാൻ പറയുന്ന പോലെ ഒരു നോട്ട് ബുക്കും ഒരു പെന്നും വെച്ച് നിങ്ങൾ ഇരിക്കാൻ റെഡിയാണെങ്കിൽ, കേൾക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരാൾക്കും മോഡൽ ഓക്സിലറിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ. നമുക്ക് തുടങ്ങാം. എന്താണ് അപ്പോ ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബ്സ് ഒന്നും കൂടെ പറയാം. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മാസ്റ്റ്. ഓക്കെ. പൊതുവെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ജനറലി ഇതിന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ് എന്നും, ഷാളിന്റെ പാസ്റ്റ് ആണ് ഷുഡ് എന്നും, ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്നും, മേയുടെ പാസ്റ്റ് ആണ് മൈറ്റ് എന്നും. ഇതെന്ത് ചെയ്യണം? ഇത് പൊതുവെ ജനറൽ ആയിട്ടുള്ള ഒരു അറിവാണ്. എന്താണ്? ഇതിന്റെയൊക്കെ പാസ്റ്റ് ഫോമാണ് ഈ കാണുന്നതെല്ലാം. എന്ത്? വില്ലിന്റെ പാസ്റ്റ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ്. പക്ഷെ യൂസുകൾ എന്ത് ചെയ്യും? യൂസുകൾ വരുമ്പോ ഈ പാസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ചില സമയത്തൊക്കെ അങ്ങ് മാറിപ്പോവും. ഓക്കെ. അപ്പൊ എന്താണ്? ഇത് പാസ്റ്റ് ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ യൂസുകളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇതേത് ഫോമാണ്, പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇതിന്റെ യൂസുകളാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. സോ വളരെയധികം ഷോർട്ട് നോട്ട് ചെയ്ത മോഡൽ ഓക്സിലറിയുടെ യൂസുകൾ ഏതൊക്കെയാണ്? നെസസിറ്റി, പോസിബിലിറ്റി, ഇന്റൻഷൻ, എബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, സജഷൻ, അഡ്വൈസ്, ഡിറ്റർമിനേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ. സോ മെയിൻ മോഡൽ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മാസ്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണ്. ഓക്കെ. ദെൻ സെമി മോഡൽസ്. പൊതുവെ ആളുകൾ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞ വില്ല്, ഷുഡ്, ഷാൾ, ഷുഡ്, ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതും പറയാറുണ്ട്. ഇതിന് സെപ്പറേറ്റ് ഒന്നും പറയാറില്ല. പക്ഷെ നമ്മൾ ഇത് സെമി മോഡൽസ് ആയിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഓക്കെ. അത് നമ്മൾ മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് എന്താണ്? സെമി മോഡൽസ് ആണ്. പൊതുവെ പറയുമ്പോൾ ആളുകൾ ഒന്നിച്ച് പറയും. ഓക്കെ. വിൽ, വുഡ്, കുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മാസ്റ്റ്. അതിന്റെ കൂടെ തന്നെ ഡെയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു, ഹാവ് ടു എന്ന് പറയാറുണ്ട്. ഓക്കെ. പക്ഷെ നമ്മളിവിടെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു മക്കളെ? വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മാസ്റ്റ്. ഓക്കെ. ഇനി സെമി മോഡൽസ് ഏതൊക്കെ? സെമി മോഡൽസ് ഡയർ, നീഡ്, യൂസ് ടു, ഓട്ട് ടു, ഹാവ് ടു. ഓക്കെ. ഇതാണ് എന്ത്? സെമി മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ. നോക്കാം. ദെൻ ഇനി മോഡൽ ഓക്സിലറി വെർബ്സിന്റെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോരം ഇനി ബുദ്ധിമുട്ടാവോ, ടഫ് ആവോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാം
ഗ്രാമറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ ഇഷ്ടം തോന്നി പഠിക്കുന്ന ഒരു വിഷയം എന്തായിരിക്കും? ഈ പറഞ്ഞ മോഡൽസ് ആയിരിക്കും. കാരണം ഇവർക്ക് ഗ്രാമറുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല. പോരെ, അതുപോലെ അത് മതി നമുക്ക്, അല്ലെ? നമുക്ക് ഈ സബ്ജക്റ്റും പ്ലൂരലും ഒബ്ജക്റ്റും അതുപോലെ തന്നെ എന്താണ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ വെർബ് നോക്കണം, ഇങ്ങനെയുള്ള ഒരു കേസുകളൊന്നും ഇവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ആളുകളോട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഏത് ഈ പറഞ്ഞ മോഡൽ ഓക്സിലറി ലൈഫിൽ. അതുകൊണ്ട് തന്നെയാണ് എനിക്കും പേഴ്സണലി ഈ മോഡൽ ഓക്സിലറി ഭയങ്കര ഇഷ്ടമാണ്. കാരണം മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലേ എന്നുള്ള ടെൻഷനൊന്നും മോഡൽ ഓക്സിലറിയുടെ കേസിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. സോ നിങ്ങളും എന്ത് ചെയ്യണം, മോഡൽ ഓക്സിലറി പഠിച്ച് മോഡൽ ഓക്സിലറി നല്ല പോലെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ മോഡൽ ഓക്സിലറിക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഇത് പറയാമെന്ന് പറയാൻ കാരണം ഇതിന്റെ നിയമങ്ങളാണ്. ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനോട് ഇഷ്ടം തോന്നാൻ കാരണം. നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. എന്താണ് ഇത്? എന്താണ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. പോരെ അത് മതിയല്ലോ, അല്ലെ? V1 എന്താണ്? വെർബിന്റെ ബേസ് ഫോം ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ V1 V2 V3 എന്നൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? പാസ്റ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒക്കെ ഫോമുകളൊക്കെ പഠിച്ചാലും നമുക്ക് ഏറ്റവും സുഖം എപ്പോഴും എന്താ, ബേസ് ഫോം എടുക്കുന്ന, അല്ലെ? നമുക്ക് എപ്പോഴും എന്താണ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, അല്ലെ? റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക്, സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പ്. ഇതാണ് നമുക്ക് ഏറ്റവും സുഖം, അതാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ, അതിന്റെ ED ഫോം പോയി നോക്കണ്ട, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പോയി നോക്കണ്ട, അത് ഏതാണ് V3 ഒന്നും നോക്കണ്ട, ബേസ് ഫോം അങ്ങ് എടുത്താൽ പോയി. അതാണ് ഞാൻ പറഞ്ഞത് എന്ത്, മോഡൽ ഓക്സിലറിയുടെ ഒരു എളുപ്പ ഭാഗം എന്ന് പറയുന്നത് അതാണ്. എന്താണ് മോഡൽ ഓക്സിലറിക്ക്? നിങ്ങൾക്ക് ബേക്കിലുള്ള ആളുടെ V3 ആണോ V2 ആണോ പോയി എന്ന് അന്വേഷിക്കേണ്ട. നിങ്ങൾക്കറിയാവുന്ന ആ സെയിം ബേസ് ഫോം ആണ്. ഏതാണ് ബേസ് ഫോം? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി ക്യാൻ ഡ്രൈവ്. ഇവിടെ ക്യാൻ ആണല്ലോ ഇവിടെ മോഡൽ ഓക്സിലറി. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? ഡ്രൈവ് ആണ്, ബേസ് ഫോം ആണ്, അല്ലെ? വെർബിന്റെ ഡ്രൈവ് എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം ആണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, മൈറ്റ് ഗോ. മൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ മോഡൽ ഓക്സിലറി. പക്ഷെ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്? വെർബിന്റെ എന്താണ്? വെർബിന്റെ V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോയുടെ ഏതാണ്? വെന്റോ ഗോണോ അല്ല, ഗോയുടെ ബേസ് ഫോം ആണ് എന്ത്? ഗോ. ദാറ്റ് മീൻസ് V1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിൽ ഡു. വില്ലിന്റെ കൂടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? ഡു ആണ്, V1 ആണ്. ഓക്കെ, അപ്പൊ അത് അവിടെ നമ്മൾ എന്തായി, ഈസി ആയി, അല്ലെ? അപ്പൊ നമുക്ക് ഈ മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വെർബിലോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് എന്താണ്? അത് ബേസ് ഫോം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ പാർട്ടിസിപ്പിൾ ഒന്നും അന്വേഷിച്ച് പോവേണ്ടതായിട്ടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മോഡൽ വെർബ്സ് cannot be changed. എന്താണ്? മോഡൽ വെർബ്സ് cannot be changed, only one form. ഓക്കെ, ഇതാ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ V1 V2 V3 അല്ലെ? നമ്മൾ ചില സമയത്ത് യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഗോ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ചില സമയത്ത് ചില വെർബ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വെന്റ്, ഗോ. അപ്പൊ നമ്മൾ 3 ഫോമുകൾ അറിയണം, അല്ലെ? അത് എങ്ങനെയാണ്? ചിലപ്പോൾ പാസ്റ്റ് വരുമ്പോൾ അടുത്ത ഫോം വേറെ ആയിരിക്കും. ടെൻസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫോം ആയിരിക്കും, V2 ആയിരിക്കും. അങ്ങനെയൊക്കെ V1 V2 V3 എന്ത് ചെയ്യും, പാസ്റ്റിനും പ്രസന്റിനും ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി മാറ്റി കളിക്കണം. പക്ഷെ ഇവിടെ എന്താണ്, ഒറ്റ ഒന്നേ ഉള്ളൂ. മസ്റ്റ് തന്നെയാണ് പ്രസന്റ്, മസ്റ്റ് തന്നെയാണ് പാസ്റ്റ്, മസ്റ്റ് തന്നെയാണ് ഫ്യൂച്ചർ, അല്ലെ? മൈറ്റും എല്ലാം അതിന് അതേ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. V1 V2 V3 ഒന്നുമില്ല. V1 V2 V3 ഒക്കെ എന്താണ്, മോഡൽ ഓക്സിലറിക്ക് എന്തായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. അതിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. മോഡൽ ഓക്സിലറിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. വീണ്ടും എന്താണ്, ലെക്കല്ലേ? ഓക്കെ, ദെൻ നോക്കാം. ദെൻ do not change their form according to the tense, noun, pronoun. സത്യം പറഞ്ഞ എന്താണ്, ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടേക്ക് നോക്കണ്ട, അല്ലെ? ടെൻസിലോട്ട് നോക്കണ്ട, നൗണിലോട്ട് നോക്കണ്ട, വെർബിലോട്ട് നോക്കണ്ട, പ്രൊനോണിലോട്ട് നോക്കണ്ട, എവിടെയും നോക്കണ്ടാത്ത യൂസ് ചെയ്യുന്നത് എന്താ പറയാ? അപ്പൊ അതിൽ എന്തില്ല, നമുക്ക് ഗ്രാമർ പാർട്ടിന്റെ റിസ്ക് വരുന്നില്ല, അല്ലെ? മോഡൽ ഓക്സിലറി വെർബ്സിന്റെ യൂസ് അറിഞ്ഞാൽ മാത്രം മതി, അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ മോഡൽ ഓക്സിലറി വെർബ് പഠിച്ചു കഴിയുമ്പോൾ ഇതിനോടൊരു ഇഷ്ടം വരുമെന്നുള്ളത്. കാരണം എന്താണ്, ഇവിടെ നോക്കിയേ, അക്കോർഡിംഗ് ടു ദ ടെൻസ് പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട. പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്താണ്, ടെൻസ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല മോഡൽ ഓക്സിലറി യൂസ് ചെയ്യാൻ. ദെൻ നൗണിലോട്ട് നോക്കണ്ട. നൗൺ സിംഗുലറോ പ്ലൂരലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസോ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ദെൻ
പ്രൊണൗൺ നോക്കണ്ട. എന്താണ് പ്രൊണൗൺ എന്താന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് സബ്ജക്റ്റിലോട്ടോ പ്രൊണൗണിലോട്ടോ നൗണിലോട്ടോ ഇത് ഏത് പ്രൊണൗൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ നോക്കേണ്ട. നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ആ ഭാഗത്തേക്ക് നോക്കേണ്ട. ടെൻസ് ഏതാണ്, പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ ടെൻഷൻ അടിക്കേണ്ട ആ സൈഡിലോട്ട് നോക്കേണ്ട. സത്യം പറഞ്ഞ ഒരു സെന്റൻസിൽ സബ്ജക്റ്റോ പ്ലൂറലോ വെർബിലോട്ടോ നൗണിലോട്ടോ പ്രോണൗണിലോട്ടോ ടെൻസിലോട്ടോ ഒന്നും നോക്കാതെ യൂസ് ചെയ്യാൻ പറ്റും മോഡൽ ഓക്സിലറി വെർബ്സ്. എന്ത് മാത്രം അറിയണം, അതിന്റെ യൂസ് എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ കാര്യങ്ങൾ സിമ്പിൾ അല്ലേ മക്കളെ. ഗ്രാമറിന്റെ റിസ്ക് എവിടെ വരുന്നില്ല, മോഡൽ ഓക്സിലറിയിൽ വരുന്നില്ല. ഓക്കെ, ദെൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ ഹി ക്യാൻ സിംഗ് എന്താണ്, ഐ ക്യാൻ സിംഗ്. ഐ എന്താണ്, ഐ എന്ന് പറയുന്ന സബ്ജക്ട് ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ. ഇവിടെ പ്രൊണൗൺ ഏതാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. ഓക്കെ, ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ക്യാൻ ആണ് അല്ലെ, ക്യാൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ ഇനി ഒന്നും മാറ്റം വരുത്താല്ല. ഇവിടെ ഇനി ഐ പോയി ഹി ആണെങ്കിലും എന്താ ഹിക്കാൻ ആണ്, ദേ ആണെങ്കിൽ എന്താ ദേക്കാൻ ആണ്. ഓക്കെ, ഹി ആണെങ്കിൽ എന്താണ് ഹിക്കാൻ ആണ്, ദേ ആണെങ്കിൽ ദേക്കാൻ ആണ്, ഷീ ആണെങ്കിൽ ഷീക്കാൻ ആണ്. നോക്കാം, ഷീ ക്യാൻ സിംഗ്, ദേ ക്യാൻ സിംഗ്. ദേ എന്ന് പറയുമ്പോ എന്തായി മക്കളെ ഒന്ന് പറഞ്ഞേ, അതൊക്കെ എന്തായി പ്ലൂറലായി. പക്ഷെ എന്നിട്ടും എന്താണ് ക്യാൻ തന്നെയാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒന്നും ഒരു മാറ്റം വരുന്നില്ല. പോരെ, ഇതിലും വലിയൊരു ഹാപ്പിനെസ് നമുക്ക് ഇനി വേറെ ഒന്നും കിട്ടാനല്ല അല്ലെ. സോ ദാ ഇവിടെ നോക്കിക്കോളൂ, ആ സിംഗിലോട്ടും കൂടെ നോക്കിക്കോളൂ. V1 ആണ്, ഒന്നും നോക്കാനില്ല അല്ലെ. ഗ്രാമറിൻ്റെതായിട്ടുള്ള ഒരു കാര്യവും എന്ത് ചെയ്യുന്നില്ല ഇതിൽ വരുന്നില്ല. സബ്ജക്റ്റ് വേണ്ട, ടെൻസ് വേണ്ട, നൗൺ വേണ്ട, പ്രോണൗൺ വേണ്ട. ഒരു മാറ്റവും എന്തിന് വരുന്നില്ല, മോഡൽ ഓക്സിലറിയെ ബാധിക്കുന്നില്ല. ഓക്കെ, ദെൻ യൂസ് ഓൺലി നോട്ട് ഫോർ നെഗറ്റീവ് സെന്റൻസ്. എന്താണ് ഇതിൽ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ നെഗറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് യൂസ് ചെയ്യുന്നത്, ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഡു ഡസ് ഡിഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡോൺ ഡസിൻ ഡിഡിൻ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് സെന്റൻസ്, ഒരു സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആരുടെ സഹായമാണ് പോയി നോക്കുന്നത്, ഡൂന്റെയും ഡസിന്റെയും ഡിഡിന്റെ ആണ് അല്ലെ. നമ്മൾ ടെൻസ് പഠിച്ചപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോട് സഹായം ചോദിച്ചത്, ഡു ഡസ് ഡിഡ് ഡോണ്ട് ഡസിൻ ഡിഡിൻ എന്നൊക്കെ പറയാൻ അല്ലെ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ ആര് സഹായം ചോദിക്കുന്നത്, ഡു ഡസ് ഡിഡിന്റെ സഹായമാണ്. പക്ഷേ ഇവിടെ ആ ഡു ഡസ് ഡിഡിന്റെ ശല്യം ഇവിടെ ഇല്ല അല്ലെ. സത്യം പറയുകയാണെങ്കിൽ എന്താ, മോഡൽ ഓക്സിലറി പഠിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഡി ആവാൻ പോകുന്നത്. കാരണം എന്താണ്, ഇനി അടുത്തൊരു ബുദ്ധിമുട്ട്, ടെൻസിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, നൗണിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, സബ്ജക്റ്റിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇനി അതേപോലെ നമ്മുടെ ഡു ഡസ് ഡിഡ് ആണല്ലോ, അതിനെ കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നില്ല. സംഗതി അപ്പൊ എന്തായി, മൊത്തത്തിൽ ഈസി ആയില്ലേ. ഓക്കെ, അപ്പൊ നോക്കാം, നോ യൂസ് ഓഫ് ഡു ഡസ് ഡിഡ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡു ഡസ് ഡിഡിന്റെ ആവശ്യം വരുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സ്വന്തം ആൾ, ഇത് ആർക്കും അറിയാത്തല്ലേ, കുഞ്ഞു മക്കൾ വരെ നെഗറ്റീവ് ആക്കാൻ എന്താ പറയാ, നോ നോട്ട് എന്നാണ് പറയാ. അത് മതി, അത്ര മതി മോഡൽ ഓക്സിലറിക്ക്. അല്ലാതെ നമ്മുടെ ഡു ഡസ് ഡിഡിനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. ഓക്കെ, ദെൻ നോക്കാം, അത് നെഗറ്റീവ് ആക്കുന്ന ഒരു സാഹചര്യങ്ങൾ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഐ ക്യാൻ സിംഗ് എന്താണ്, ഐ ക്യാൻ സിംഗ്. ഓക്കെ, ഐ കനോട്ട് സിംഗ് എന്താണ്, ഐ കനോട്ട് സിംഗ്. എനിക്ക് പാടാൻ കഴിയില്ല, നെഗറ്റീവ് ആയില്ലേ. ഈസിയാണ്, ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ മക്കളെ. ദെൻ ക്യാൻ ഹി സിംഗ് എന്താണ്, ക്യാൻ ഹി സിംഗ്. ക്വസ്റ്റ്യൻ ആക്കാൻ എന്താ ചെയ്തത്, ക്യാൻ ഹി സിംഗ്. ഇവിടെ നിങ്ങൾ ഡു എടുത്തോ, ഡസ് എടുത്തോ, ഡിഡ് എടുത്തോ, ഒന്നും എടുത്തിട്ടില്ല. ആ മോഡൽ ഓക്സിലറി തന്നെ മതി ക്വസ്റ്റ്യൻ ചോദിക്കാനും. ഓക്കെ, അതിനും ആർക്ക് കഴിയും, മോഡൽ വെർബിന് കഴിയും. ഓക്കെ, ഐ മീൻ മോഡൽ ഓക്സിലറി വെർബിന് കഴിയും. ഓക്കെ, ദെൻ ഐ കനോട്ട് സ്പീക്ക് ഇറ്റാലിയൻ. എനിക്ക് ഇറ്റാലിയൻ ഭാഷ, ഇറ്റാലിയൻ എന്ത് ചെയ്യാണ്, സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ സത്യത്തില് മൊത്തത്തിൽ നോക്കി വരുമ്പോ എന്താണ് മക്കളെ, വളരെ ഈസിയാണ് അല്ലെ. മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ എന്തായി, നിങ്ങൾ ഏകദേശം സെറ്റായി അല്ലെ. മോഡൽ ഓക്സിലറി ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞപ്പോ ഇത്ര സിമ്പിൾ ആണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവില്ല അല്ലെ. ഇത്രയും സിമ്പിൾ ആയിരുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്തൂടെ. ഗ്രാമർ നോക്കണ്ട അല്ലെ, സബ്ജക്റ്റ് നോക്കണ്ട, സിംഗുലർ നോക്കണ്ട, പ്ലൂറൽ നോക്കണ്ട, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പ്രൊണൗൺ നോക്കണ്ട, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഡൂവും വേണ്ട, ഡസും വേണ്ട, ഡിഡും വേണ്ട. ഇത്രയും ഈസിയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, സംഗതി വളരെ ഈസിയാണ്. അപ്പൊ ഇനി പഠിക്കാനും എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇതിൽ
വരുന്നില്ല. എല്ലാ ഗ്രാമറുകളും ഞാൻ എന്ത് ചെയ്തു, മോഡൽ ഓക്സിലറി പഠിക്കുന്നതോടുകൂടി ഈ ഒരു യാത്രയിൽ ഞാൻ ഗ്രാമറിനെയൊക്കെ എന്ത് ചെയ്തു, എടുത്തു മാറ്റുകയാണ് കേട്ടോ. ഇനി മുതൽ ടെൻസിനെയും സബ്ജക്റ്റിനെയും നൗണിനെയും പ്രോണോണിനെയും ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഇതിനൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് മോഡൽ ഓക്സിലറി വെർബിലോട്ട് മാത്രം നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് മോഡൽ ഓക്സിലറിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഒരു അറിവ് അല്ലെ, ഒരു ബേസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം, മോഡൽ ഓക്സിലറിയിലോട്ട് കടക്കാൻ കഴിയാം. ഓക്കെ, അപ്പൊ മോഡൽ ഓക്സിലറിയുടെ നിയമങ്ങൾ പഠിച്ചു, മോഡൽ ഓക്സിലറി ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഓക്സിലറിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.